നടി അസ്മിൻ ജാഫർ. ഉത്തര കേരളത്തിലെ ഒരു നാട്ടിൻപുറത്തുകാരിയുടെ പ്രാദേശിക തനിമയാർന്ന സ്വഭാവവിശേഷങ്ങളും പ്രണയവും പ്രതിരോധവും തികച്ചും സ്വാഭാവികമായി അവതരിപ്പിച്ച അഭിനയ മികവിനാണ് അസ്മിൻ ജാഫർ മികച്ച നടിയായി ഇപ്പോൾ അവളെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ഗെയിമിന് വേണ്ടി അവൾ എന്തും ചെയ്യും, എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ കൊല്ലാൻ വേണ്ടി വന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. ഞാൻ പറഞ്ഞ ശരിയായില്ലേ? പിന്നെ വന്ന് മിണ്ടുന്നത്, ചിരിക്കുന്നത്, സംസാരിക്കുന്നത് അതെന്റെ അഭിനയമായിട്ട് കാണരുത്. അടുത്ത ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും അയ്യോ എന്റെ മണിക്കുട്ടി, എങ്ങനെ കരയും? ഇതാണോ പൊട്ടിക്കരച്ചിൽ? അല്ലേ, ഒന്ന് കൂട്ടിയേ. എന്നെ ഇനി വിഷമിപ്പിക്കരുത്, അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. കിട്ടും, കണ്ണുരുട്ടി പേടിപ്പിക്കാതെ. അല്ലാതെ ഓള് ഉള്ളിന്ന് കരഞ്ഞതല്ല. ഒരിക്കലുമല്ല. ഇതെങ്ങനെ സൂപ്പർ ഹിറ്റ് ആവൂ, അതോ മാറ്റിക്കാൻ ചുരുട്ടേണ്ടി വരും? நீங்க மட்டும் நடிகர் ஆயிருந்தா பெஸ்ட் ஆக்ட்ரஸ் அவார்டு கிடைச்சிருக்கும். அதுதான் ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. എനിക്കെല്ലാം മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത്? ഇതെല്ലാം തരികടയാണെന്ന്. എടാ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? നിൽക്കുന്നത് ഞാൻ കളിക്കാൻ വന്നുള്ളൊരു ബോധം എനിക്കുള്ളൂടാ. എന്നും പറഞ്ഞ് എന്നെ എന്തും പറയാം, എന്തും ചെയ്യാം. സഹിക്കാൻ പറ്റണ്ടേ? ഞാനൊക്കെ മാറി നിന്ന് കരയും. പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. പോട്ടെ സല്ല പോട്ടെ. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. പോട്ടെ, ശരി. തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ?